വൈഫ് ലിൻസി എന്ന് പറഞ്ഞ എൻ്റെ കസിനാണ്. അപ്പോൾ ഞങ്ങളൊന്ന് യാതൊന്ന് കാണാൻ വേണ്ടി വന്ന് ഞങ്ങൾ 2 പേര് കസിൻസോടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ പാസ്റ്ററൊന്നുമല്ല, പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു ഉണർവ് മീറ്റിങ്ങിന് പങ്കെടുക്കുവാൻ സ്വർഗം എനിക്ക് നൽകിയ അവസരത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുൻപായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ടായി. ഒരു പ്രത്യേക ദർശനം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ടായി. ആക്ച്വലി അത് വൈഫിനാണത് അങ്ങനെ ഒരു ദർശനം ലഭിച്ചതിന് മുഖാന്തരമായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് ഞങ്ങൾ വാഹനങ്ങളിൽ ഞങ്ങൾ ഓരോ സിക്കോ ബിൽഡിങ്ങിനടുത്തും അതുപോലെ തന്നെ തലവെട്ട് പള്ളി, ദമാമിന് തലവെട്ട് പള്ളിക്കകത്ത് അടുത്തൊക്കെ പോയിരുന്ന് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും എല്ലാ വെള്ളിയാഴ്ചകളും. ദേശത്ത് വലിയ ഉണർവുകൾ വ്യാപരിക്കണം, ദേശത്ത് വലിയ ദൈവപ്രവൃത്തികൾ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാം സാധിക്കുമല്ലോ, നമ്മൾക്ക് സാധിക്കാത്ത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദേശത്ത് വലിയ ഉണർവുകൾ വ്യാപരിക്കുന്നുണ്ട്. ഇനി ഉണരാൻ പോകുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇറാനിൽ വലിയ ദൈവപ്രവൃത്തികൾ വ്യാപരിക്കുന്നുണ്ട്. ഇറാനില് വലിയ ദൈവം. നേപ്പാളിൽ ഇതിനകത്തുണ്ടോ? നേപ്പാളിയിലോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. നേപ്പാളില് വലിയ ദൈവപ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാവുന്ന നേപ്പാളികൾ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുത്തനുണ്ട്, അവൻ അറാംകോയ്ക്കകത്ത് വർക്ക് ചെയ്യുമ്പോൾ എന്നും ബൈബിള് കൊണ്ടുവരും അറാംകോയ്ക്കകത്തേക്ക്. 2-3 സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത് നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്ത് അകത്ത് കയറ്റുന്നത്. അതൊക്കെ കഴിയുമ്പോഴും അവന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അവൻ അതിനകത്ത് സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ തുറന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹിന്ദു രാജ്യമായ നേപ്പാളില് കിतना %? 30% ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദേശത്ത് വലിയ ഉണർവുകൾ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേരളത്തിൽ നടക്കുന്നില്ലെന്ന് നോക്കി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സൗദി അറേബ്യ പ്രവർത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമുക്ക് അതുകൊണ്ട് കാണുവാൻ സാധിക്കും. ഇറാനിൽ ഞാൻ അറിഞ്ഞത് ഏകദേശം 60% ക്രിസ്ത്യാനികളുണ്ടെന്നാണ്. അവരനേകം പേരെ പിടിച്ച് ജയിലിനകത്തിട്ടു. ജയിലിനകത്ത് അനേകം പേര് ജയിലിനകത്തിട്ടപ്പോ ജയിലിന്റെ അകത്ത് സുവിശേഷീകരണം ആരംഭിക്കുവാനിടയായിത്തീർന്നു. അതിനകത്ത് അനേകം പേര് പുറത്തേക്ക് ഇറങ്ങുവാനിടയായിത്തീർന്നു. ജയിലിനകത്തുള്ള പോലീസുകാർ വിശ്വാസികളായി മാറുവാനിടയായിത്തീർന്നു. ഒരു വലിയ ഉണർവ് ദേശത്ത് വ്യാപരിക്കുകയാണ് ലഭിക്കപ്പെട്ടവരെ. ആ വ്യാപാര ശക്തി ഇന്ന് സൗദി അറേബ്യയിലും വ്യാപരിക്കട്ടെ. ഒരുപക്ഷെ നമുക്ക് അതുകൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ദൈവത്തിന് രണ്ടാമത് താമസിക്കുന്നെങ്കിൽ ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തിരുന്ന് നമുക്കത് ശ്രദ്ധയോടെ കേൾക്കുവാൻ സാധിക്കും. യേശുവിന്റെ നാമത്തിൽ വലിയ ഉണർവുകൾ ദേശത്ത് വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നേപ്പാളിനോട് പറഞ്ഞു, ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, നീ എന്താ ഈ വിശ്വാസത്തിലേക്ക് നോക്കുന്നത്? അവൻ എന്നോട് പറഞ്ഞ എങ്ങനെയാണ്, ഞങ്ങൾ പഹലെ ഹംകോ बहुत खर्चा है हमको. पहले हम लोग क्या करेगा, हम लोग ये मुर्गी को काटेगा, अपना जो टेबल में जाएगा, उधर जाएगा तो वो बोलेगा, वो मुर्गी के काटो, उसको ब्लड डाल दो, आपको जो ठीक हो जाएगा, चंगाई हो जाएगा. है कि नहीं? चंगाई हो जाएगा. पहले ऐसे था. बाद में ये तो ठीक नहीं हो रहा. बाद में वो बोलेगा, जो बकरी के लेके आओ, वो काटो, उसको ये ब्लड डाल दो, आपको ठीक हो जाएगा. प्रेज़ द लॉर्ड, हालेलुया. हम लोग बकरी को लेके आएगा, बाद में काट कर दे देगा, वो ब्लड डाल देगा, हमको कुछ नहीं होता है. फिर भी बोलेगा, जो खा के लेके आओ, हम लोग काट करके डाल देगा, वो कूटे से ये ब्लड उसमें डाल देगा, वो चंगाई हो जाएगा, आपको ठीक हो जाएगा. हम लोग जब यीशु मसीह के सामने आ गया तो हम लोग एक ही वर्ड बोलता, यीशु मसीह के नाम पे. प्रेज़ द लॉर्ड, हालेलुया. हमको चंगाई मिल रहा है. അതുകൊണ്ട് ഞങ്ങൾക്ക് കർച്ചയില്ല, ഞങ്ങൾക്ക് ചെലവില്ലെന്ന് പറഞ്ഞു. നമ്മളൊക്കെ വിശ്വാസത്തിൽ നമുക്ക് കർച്ചയോട് കർച്ച ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ അവര് പറയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് അതുകൊണ്ട് കർച്ചയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാനായിത്തീരുന്നു. ഞാൻ ചെറിയ കൂട്ടത്തോട് ഒരു ചെറിയ ദൂത് കൂടെ പറഞ്ഞാൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഏത് സഭയിൽ പോയാലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് വലിയ സഭയിൽ പോയാലും 2 പേരിക്കുന്നിടത്തും ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകമുണ്ട്. ആ വാക്യം എന്നോട് ദൈവാത്മാവ് എന്നോട് ആരെങ്കിലും ഒരു വാക്യം വചനത്തിനടുത്ത് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു വാക്യമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യമാണ്.
Praise the Lord. Hallelujah. എന്നോട് ഈ വചനത്തിൽ നിന്ന് ഒരു വാക്കെടുത്ത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ, ഏറ്റവും നിന്നെ സന്തോഷിക്കുന്ന ഒരു വാക്കെടുത്ത് പറയണമെന്ന് പറഞ്ഞ, ഞാൻ ഇതിനകത്ത് എടുക്കുന്ന വാക്യമാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. എങ്കിലും ഉടുപ്പുമല്ലമായിട്ടില്ലാത്ത കുറെ പേർ നിനക്ക് സർവീസിലുണ്ട്. എങ്കിലും ഉടുപ്പുമല്ലമായിട്ടില്ലാത്ത കുറെ പേർ നിനക്ക് സർവീസിലുണ്ട്. മലയാളത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതിന് ചെറിയൊരു വശപ്പശക പറ്റി. അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കണം. മലയാളത്തിൽ എഴുതിയപ്പോൾ അവിടെ ഒരുപാട് പേരെന്ന് പറഞ്ഞു കളഞ്ഞു. കുറെ പേര് നിനക്ക് സർവീസിലുണ്ടെന്ന്. 2 കാര്യങ്ങൾ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമാണ്. ഒന്ന്, ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിൾ. Praise the Lord. Hallelujah. നിങ്ങൾ വായിച്ചോ, വീട്ടിൽ പോയിട്ട് വായിച്ചോ. There is a few name even in service. Praise the Lord. Hallelujah. There is a few name. മലയാളത്തിൽ പറഞ്ഞു കുറെ പേരുണ്ടെന്ന് പറഞ്ഞു. സർവീസിൽ നിനക്ക് കുറെ പേരുണ്ടെന്ന് പറഞ്ഞു. കുറെ പേരൊന്നുമില്ല. There is a few name. ഒരു ചെറിയ കൂട്ടം. Even എന്ന് പറഞ്ഞാൽ സർവീസിൽ പോലും ആ കൂട്ടം ഉണ്ടെന്ന്. Praise the Lord. Hallelujah. ഈ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടുന്നവരാണെന്ന് അറിയാമോ? ഞാൻ സാക്ഷ്യം പറഞ്ഞത് കണ്ടോണോ? ഈ കൂട്ടത്തിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടുന്നത്. There's a few name. There's a few name. Even in service, മ്ലേച്ഛതയിൽ നിന്ന് മ്ലേച്ഛതയിലേക്ക് പോകുന്ന സർവീസിൽ പോലും